നടനും തമിഴക വെട്രിക്കഴകം തലവനുമായ വിജയുടെ ഭാര്യ സംഗീത വിവാഹമോചനത്തിന് ഹർജി നൽകിയിരിക്കുന്നു. ചെന്നൈ ചെങ്കൽപ്പേട്ട് കോടതിയിലാണ് ഹർജി നൽകിയിട്ടുള്ളത്. വിജയും നടി തൃഷയും തമ്മിൽ അടുപ്പത്തിലാണെന്ന വിവാദത്തിനിടെയാണ് ഇപ്പോൾ സംഗീത വിവാഹമോചന ഹർജിയുമായി കോടതിയെ സമീപിച്ചിരിക്കുന്നത്. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വിജയുടെ രാഷ്ട്രീയ ഭാവിയിലും നിർണായകമായിരിക്കും സംഗീതയുടെ ഈ നീക്കം എന്നതാണ് മനസ്സിലാകുന്നത്. അപ്പോൾ ആ രീതിയിൽ കൂടി വലിയ പ്രാധാന്യമുണ്ട്. ഹരികൃഷ്ണൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ഹരി, തമിഴക വെട്രിക്കഴകം വലിയ മാജിക് ഈ തെരഞ്ഞെടുപ്പിൽ കാട്ടും എന്നതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ വിവാഹമോചന ഹർജി എന്നത് നിർണായകമാണ്. ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ തിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങാൻ. ആ ഒരു ഘട്ടത്തിൽ വിജയ്ക്ക് തന്റെ പേഴ്സണൽ വിഷയമായിട്ടുള്ള വിവാഹമോചനത്തിൽ നിയമ പോരാട്ടത്തിന് ഇറങ്ങേണ്ടി വരുന്ന സാഹചര്യത്തെ എങ്ങനെ കാണണം? ഏപ്രിൽ 20 ഹാജരാകണമെന്നാണ് നോട്ടീസ് എന്ന് ഞാൻ അറിയുന്നു. യെസ്, ഏപ്രിൽ 20 ഹാജരാകണം. ഇൻ പേഴ്സൺ തന്നെ വിജയ് ഹാജരാകണം എന്നുള്ള നിർദ്ദേശമാണ് വന്നിരിക്കുന്നത്. പക്ഷേ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ചെങ്കൽപ്പേട്ട് കുടുംബ കോടതിയിൽ സംഗീത ഫയൽ ചെയ്തിരിക്കുന്ന ഹർജിയാണ് നമ്മുടെ കയ്യിലുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത തന്നെയാണ് ഈ നിമിഷം. ദുരന്തങ്ങൾക്ക് പിന്നാലെ ദുരന്തങ്ങൾ വിജയെ തേടിയെത്തുന്നതാണെന്ന് പറയാൻ പറ്റില്ല. ഒന്ന് കരൂർ ദുരന്തം, പിന്നെ അതിനുശേഷം ജനനായകന്റെ റിലീസ്, അനിശ്ചിതത്വം. ഇപ്പോൾ അടുത്ത വിവാഹമോചനത്തിന് കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് ഭാര്യ സംഗീത. 27 വർഷങ്ങൾക്ക് ശേഷം, 99-ലാണ് ഇരുവരും വിവാഹിതരായത്. 27 വർഷങ്ങൾക്ക് ശേഷം വിവാഹ ജീവിതത്തിന് മോചനം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സംഗീത ഇത് ഫയൽ ചെയ്തിരിക്കുന്നതെന്ന് പറയേണ്ടി വരും. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അഡൾട്ടറി കോസ് എന്ന് പറയുന്നുണ്ട്. അതായത് മറ്റൊരു നടിയുമായി വിജയ്ക്കുള്ള ഒരു ബന്ധം, അത് തന്നെയാണ് ഈ വിവാഹമോചനത്തിലേക്ക് നയിക്കുന്നതെന്ന് കൃത്യമായി സംഗീത ഈ പെറ്റീഷനിൽ ഫയൽ ചെയ്യുന്നുണ്ട് എന്നതും കൂടി എടുത്തു സൂചിപ്പിക്കണം. അതായത് കാരണസഹിതം, ഈ നടി ആരാണെന്ന് പറയുന്നില്ല, പക്ഷേ ഇത് നടിയാണ്, മറ്റൊരു സ്ത്രീ എന്ന് സാധാരണയായി പറഞ്ഞു പോകുന്നില്ല. പ്രൊഫഷൻ ഉൾപ്പെടെ പുറത്ത് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. പെരേണു പറഞ്ഞതുപോലെ തന്നെ മറ്റൊരു നായികയുടെ പേരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ചധികം നാളുകളായിട്ട് തന്നെ ഈ ഗോസിപ്സ് ഒക്കെ കിടന്ന് പരക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷെ അതൊക്കെ അക്ഷരാർത്ഥത്തിൽ ശരിയാവുകയാണോ എന്നൊരു ചോദ്യവും കൂടിയാണ് ഈ പെറ്റീഷൻ ഇപ്പോൾ പുറത്തു വരുന്നതിന് ശേഷം പറയേണ്ടത്. അതിനകത്ത് ചില പോയിന്റുകൾ മാത്രം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഒന്നാമത്തെ നമുക്കൊന്ന് 11ാമത്തെ പോയിന്റ് വായിക്കാം. അത് ഇൻ ഏപ്രിൽ 2021 the petitioner discovered that the respondent was involved in an adulterous relationship with an actress. 2021 ഏപ്രിൽ മാസത്തിൽ തന്നെ സംഗീതയ്ക്ക് മനസ്സിലാകുന്നു വിജയ്ക്ക് മറ്റൊരു നായികയുമായി ഒരു ബന്ധമുണ്ട് എന്നത്. ദിസ് കോസ്ഡ് ഹർ ഡീപ്പ് ഇമോഷണൽ പെയിൻ. അത് സംഗീതയ്ക്ക് മാത്രമല്ല, തൻ്റെ കുടുംബത്തിൽ 2 മക്കൾക്കും അത് വല്ലാത്ത അപമാനമുണ്ടായി. തൻ്റെ മക്കളുടെ കൂട്ടുകാർക്കിടയിലും വലിയ മോശമായ രീതിയിലേക്ക് മാറി. തനിക്കും വ്യക്തി ജീവിതത്തിൽ ഇത് വലിയ പ്രതിസന്ധി ഉണ്ടായി എന്നതും കൂടി സംഗീത ഇതിനകത്ത് പറയുന്നുണ്ട്. പോയിന്റ് നമ്പർ 12, though the respondent initially assured that he would end the relationship, ഈ റിലേഷൻഷിപ്പ് കയ്യോടെ സംഗീത പിടിച്ചതിന് ശേഷം വിജയ് പറയുകയാണ് ഞാൻ ഈ ബന്ധം അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് പോലും ഇത് പിന്നീടും തുടർന്നു. വിച്ച് കോസ്ഡ് മെന്റൽ ക്രൂവൽറ്റി എന്നതും കൂടി പറയുന്നുണ്ട്. 12ാമത്തെ പോയിന്റാണ്. അതായത് സംഗീതയ്ക്ക് മാനസികമായി വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി ഈ ബന്ധം വിജയ് തുടർന്നു പോകുന്ന സാഹചര്യത്തിൽ 2021 ഏപ്രിൽ നടക്കുന്ന കാര്യമാണ്. പിന്നെയും ഇത് തുടർന്നു എന്നതും കൂടി പറയുന്നു. അതിനുശേഷം മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റുകൾ ഇതുപോലെ പിന്നീട് ഈ ബന്ധവുമായി മുന്നോട്ട് കൊണ്ടുപോകുന്നെങ്കിൽ പോലും ഇത് തീർച്ചയായും ഇതൊരു വെറും പേഴ്സണൽ വിഷയമാണെന്ന് പറയാൻ കഴിയില്ല. കാരണം മുഖ്യമന്ത്രിയാവാൻ മോഹിക്കുന്ന ഒരു നടൻ കൂടിയാണ് വിജയ്. 2026 തമിഴ്നാട് ഇലക്ഷനിൽ താൻ മുന്നോട്ട് വരുന്നത് പോലും ജനങ്ങളെ സേവിക്കാനുള്ള. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിനകത്ത് രാഷ്ട്രീയമായി വരുന്നത് സ്വന്തം കുടുംബം നോക്കാൻ കഴിയാത്ത ഒരാൾ രാഷ്ട്രീയത്തിൽ എങ്ങനെ ഇറങ്ങും എന്നുള്ളതാണ്. പക്ഷേ രാഷ്ട്രീയ നേതാക്കളിൽ പലരും ഇതുപോലെ ഡിവോഴ്സ് ആവുകയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അതെല്ലാം വാർത്തകളിൽ ശ്രദ്ധേയമാവാറുണ്ട്. ഇപ്പോൾ 2026 ഇലക്ഷന് തമിഴക വെട്രിക്കഴകം ഈ ഇലക്ഷനിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കുമെന്ന് പറയുന്ന ഇടത്താണ് വിജയ്ക്ക് പേഴ്സണലി ഇത്രയും വലിയൊരു പ്രതിസന്ധി വരാൻ പോകുന്നതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. എന്തായാലും ഈ ഒരു പെറ്റീഷനുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇതിനകത്ത് വേറൊരു കാര്യം കൂടിയുണ്ട്. 19ാമത്തെ പോയിന്റ്, ഇൻ 2024 the respondents continued adulterous conduct and repeated social media controversies caused constant mental torture to the petitioner. എല്ലാ രീതിയിലും ഈ ബന്ധം തുടരുന്നതും ഈ സോഷ്യൽ മീഡിയയിൽ ഇതുപോലുള്ള കോൺട്രവേഴ്സികളും ഒക്കെ തന്നെ ഇത് വരുന്നുണ്ട്. അപ്പോൾ ഈ 2024 തൊട്ട് ഇപ്പോൾ വരെ വിജയുടെ പേരിൽ ഒരു നടിയുടെ പേരാണ് എപ്പോഴും വാർത്താ മാധ്യമങ്ങളിൽ കേട്ടുകൊണ്ടിരുന്നത്. ആ നടി തന്നെയാണോ സംഗീതയും ഉദ്ദേശിക്കുന്നത് ഈ പെറ്റീഷനിൽ ഫയൽ ചെയ്യുന്നത്? പ്രത്യേകിച്ച് ഈ ടൈം ലൈനിലൊക്കെ എടുത്ത് നോക്കുക നോക്കുകയാണെങ്കിൽ ആ നായികയുടെ പേരല്ലാതെ മറ്റൊരു നായികയും വിജയ്ക്ക് വേറൊരു ഗോസിപ്പ് കോളത്തിൽ ഇടം പിടിച്ചിട്ടില്ല, മറ്റൊരു രീതിയിലും വന്നിട്ടില്ല. ആ നായികയാണോ ഇത് എന്നൊരു വലിയ പ്രധാനപ്പെട്ട ചോദ്യവും കൂടിയുണ്ട്. Despite her silence to avoid public scandal, the petitioner through her counsel exchanged several notices and correspondence between August 2024 and February 2025. ഈ ഒരു 6 മാസത്തെ കാലയളവിൽ 2024 ഓഗസ്റ്റ് മുതൽ 2025 ഫെബ്രുവരി വരെ, അതായത് ഈ മാസം വരെ ഒരു റെസൊല്യൂഷന് വേണ്ടി ഒരു സൊല്യൂഷൻ, ഒരു തീർപ്പിന് വേണ്ടിയിട്ട് കഴിഞ്ഞ 6 മാസമായി നടക്കുന്നുണ്ടെങ്കിൽ പോലും തന്നെ
തന്നെ അവോയ്ഡ് ചെയ്യുകയായിരുന്നു പൂർണ്ണമായും എന്നതും കൂടി ഈ പെറ്റീഷനിൽ ഫയൽ ചെയ്തിരിക്കുന്നു. അതായത് ഈ ബന്ധം 2021 തന്നെ അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞെങ്കിൽ പോലും തുടക്കത്തിലൊക്കെ വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. ഈ പെറ്റീഷനിൽ തുടക്കം പറയുന്നുണ്ട്, തുടങ്ങി ആദ്യത്തെ കുറച്ച് നാളുകൾ വളരെ രസകരമായ കുടുംബജീവിതമായിരുന്നു ഞങ്ങളുടേതെന്ന് സംഗീതയും പറയുന്നുണ്ട്, വിജയുമായിട്ടുള്ള ബന്ധത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ തൻ്റെ ജീവിതം UK-യിലാണ് തൻ്റെ കുടുംബം ഉള്ളത്. അപ്പോൾ അവിടെ ഇടയ്ക്ക് പോകും, ഫാമിലി വെക്കേഷൻസും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു തുടക്ക കാലഘട്ടത്തിൽ. പിന്നീട് ഈ ബന്ധം മനസ്സിലാക്കിയതിനു ശേഷമൊക്കെ തന്നെ അവോയ്ഡ് ചെയ്യുന്നു. ഈ സോഷ്യൽ മീഡിയയിലും തന്നെ മുഖം കാണിക്കുന്നില്ല, ഒരു ഫാമിലി ഫംഗ്ഷന് പോകുന്നില്ല, ഒരു സിനിമയുമായി ബന്ധപ്പെട്ടുള്ള ഫംഗ്ഷൻ, പ്രത്യേകിച്ച് വിജയെ പോലൊരു താരത്തിനെ ഒരു ഓഡിയോ ലോഞ്ച് പരിപാടികൾ അല്ലെങ്കിൽ ഒരു സിനിമയുമായി ബന്ധപ്പെട്ടുള്ള ഫംഗ്ഷൻസ് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു നായകൻ്റെ ഫാമിലി ഇതുപോലുള്ള ഫംഗ്ഷൻസിൽ വരുന്നത് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ നമ്മൾ കാണാറുള്ളതാണ്. ഇപ്പോൾ ഏത് താരങ്ങൾ എടുത്തു നോക്കിയപ്പോൾ അജിത്ത് വരികയാണെങ്കിൽ, ശാലിനി ആണെങ്കിലും, ശിവകാർത്തികയും വരികയാണെങ്കിൽ, അദ്ദേഹത്തിൻ്റെ ഭാര്യയായാലും എല്ലാവരുടെയും ഫാമിലി അത്രയധികം വീക്ഷിക്കുന്ന ഒരു താരങ്ങളെ ദൈവങ്ങളായിട്ട് കാണുന്ന തമിഴ്നാട്ടിൽ താരങ്ങളുടെ കുടുംബങ്ങളെയും അതുപോലെയാണ് കാണുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ ലേറ്റസ്റ്റ് ആയിട്ട് കുറച്ച് വർഷങ്ങളായിട്ട് വിജയുടെ സിനിമകളിൽ വരുന്ന ഫംഗ്ഷൻസിലൊന്നും തന്നെ ഭാര്യ സംഗീത പ്രസന്റ് ആയിരുന്നില്ല എന്നത് കൂടി എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം കൂടി അതേസമയം തമിഴ് രാഷ്ട്രീയത്തിൽ തന്നെ സിനിമയും ഇതും എല്ലാം ഇടകലർന്ന ഒരു രാഷ്ട്രീയമാണ് എന്നത് നമുക്ക് കാണാം. ഇതൊക്കെ എത്രമാത്രം തെരഞ്ഞെടുപ്പ് രംഗത്തെ ബാധിക്കും എന്ന ഒരു കാര്യം കൂടിയുണ്ട്. ഇവിടെ നോക്കൂ ഹരി, കഴിഞ്ഞ ആഴ്ചകളിൽ വലിയ വിമർശനം ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നിരുന്നു. BJP സംസ്ഥാന അധ്യക്ഷൻ ഇതുമായി ബന്ധപ്പെട്ട് ഈ നടിയുമായി ചേർത്ത് ചില പരാമർശങ്ങൾ നടത്തുകയും അവസാനം അതിൽ തൃഷ തന്നെ, ആ നടി തന്നെ പ്രതികരിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. തുടർന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ അതിൽ ഖേദം പ്രകടിപ്പിക്കേണ്ടി വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. വലിയ രീതിയിലുള്ള ചർച്ച ഇതിനോടകം തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് നടന്നു വന്നിരുന്നതാണ്. അപ്പോൾ വിജയുടെ രാഷ്ട്രീയ വിരോധികൾക്ക് ഒരായുധം കിട്ടിയിരിക്കുന്നു ഇപ്പോൾ എന്ന് വേണമോ നമ്മൾ മനസ്സിലാക്കാൻ. 2 വർഷമായി ഇരുവരും അകന്നു കഴിയുകയായിരുന്നു. പക്ഷേ ഈ സമയത്ത് തന്നെ ഇങ്ങനെ ഒരു വിവാഹമോചന ഹർജി സമർപ്പിക്കപ്പെട്ടതിൽ മറ്റു ചില രാഷ്ട്രീയ കാരണങ്ങൾ കൂടി കാണേണ്ടതുണ്ടോ? തീർച്ചയായും പറയാതിരിക്കാൻ കഴിയില്ല. ഇത് രാഷ്ട്രീയമായ ഒരു ആയുധമാക്കി മാറ്റും എന്ന കാര്യത്തിൽ 1% പോലും തർക്കമില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഈ തൃശയുമായി ബന്ധപ്പെട്ടുള്ള പേര് BJP സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത് പോലും കുറച്ച് നാളുകൾക്ക് മുമ്പ് സംഭവിച്ച കാര്യമാണ്. അതിന് വ്യക്തത വരുത്തുകയും കൂടെ ചെയ്തിരുന്നു തൃഷ. പക്ഷെ അതിനിടയിൽ ഈ നായിക എന്ന് പോലും എടുത്ത് പറയുമ്പോൾ മറ്റൊരു ബന്ധം ഒരു നായികയുമായിട്ടാണെന്നും കൂടി പറയുന്നു. മാത്രമല്ല ഈ ടൈം ലൈനിൽ വാർത്താ മാധ്യമങ്ങളിൽ ഈ നായികയുടെ പേരിനോടൊപ്പം വന്നത് തന്നെ മാനസികമായി അലട്ടിയെന്നും കൂടെ പറയുമ്പോഴാണ് വീണ്ടും കണ്ണുകൾ ഇതേ നായികയിലേക്ക് പോകുന്നത്. സംഗീത ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഈ പെറ്റീഷനിൽ ഫയൽ ചെയ്തിരിക്കുന്ന അതേ നായിക ഈ നായികയാണോ എന്നുള്ള ചോദ്യത്തിലേക്കും വരുന്നത് സ്വാഭാവികമാണ്. കാരണം ഈ പറഞ്ഞിരിക്കുന്ന ടൈം ലൈനിൽ വാർത്താ മാധ്യമങ്ങളിലോ വിജയുടെ പേരിലോ ഒക്കെ ഈ ഗോസിപ്പ് കോളംസിലേക്ക് വന്നിരിക്കുന്ന ഒരേ ഒരു നായിക തൃശയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ചൂണ്ടുന്നത്, ഈ വിരൽ ചൂണ്ടുന്നത്, ഈ ക്വസ്റ്റ്യൻസ് പോകുന്നത് ഈ നായികയിലേക്കാണോ എന്നുള്ള ചോദ്യമുണ്ട്. ഇത് രാഷ്ട്രീയത്തിൽ സ്വാഭാവികമായിട്ടും ഒരു വലിയ ആയുധമാക്കി മാറ്റുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ടതാണ്. പക്ഷേ ഇത് സ്വാഭാവികമായിട്ടും വരുന്ന ഒരു കാര്യം. അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ തന്നെ ഈ ഒരു പെറ്റീഷൻ അല്ലെങ്കിൽ ഈ ഒരു ചെങ്കൽപ്പേട്ടിലെ ഡിസ്ട്രിക്ട് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന ഈ ഒരു പെറ്റീഷൻ വളരെയധികം തരംഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ 2 രീതിയിൽ തന്നെ ടോക്കുകൾ സ്വാഭാവികമായിട്ടും വരും. കാരണം ഒന്നാമത്തെ കാര്യം, അപ്പോൾ ഈ ഗോസിപ്പുകളൊക്കെ വിശ്വസിക്കേണ്ടി വരുമോ എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന ടൈം ലൈനിൽ 2021 മുതൽ അല്ലെങ്കിൽ ഈ 2025 വരെയുള്ള കാലയളവിൽ സ്വാഭാവികമായിട്ടും ഈ നായികയാണ് എന്നൊരു രീതിയിലേക്ക് ഒരു ഉന്നം വെക്കുകയാണോ എന്നൊരു ചോദ്യം കൂടിയുണ്ട്. പക്ഷേ എന്നാൽ പോലും അത് ആരാണെന്നുള്ളത് വ്യക്തമല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ആരും അടച്ചങ്ങ് പറയാനൊന്നും കഴിയുന്നില്ല. പക്ഷേ എന്നാൽ പോലും ഇതൊരു നായികയാണ്. ഇത് സിനിമാ മേഖലയിൽ നിൽക്കുന്ന ഒരു നായികയുമായിട്ട് വിജയ്ക്കുള്ളൊരു ബന്ധമാണ്. ഈ തങ്ങളുടെ ദാമ്പത്യ ജീവിതം ഇപ്പോൾ തകരാനുള്ള കാരണവും അല്ലെങ്കിൽ തനിക്ക് വിവാഹമോചനം വേണമെന്നുള്ള കാരണം സംഗീത പറയുമ്പോൾ അത് വ്യക്തമാണ്. അതിനകത്ത് ഇത് തന്നെയാണെന്നുള്ളത് വ്യക്തമാക്കുകയും കൂടെ ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ആ നായികയിലേക്ക് ഇനിയും സംശയം നേടാൻ പബ്ലിക്കിന്റെ ഭാഗത്ത് നിന്നും വരും. ഇപ്പോൾ BJP സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞതുപോലെ ആയിരിക്കില്ല കാര്യങ്ങൾ. ഇത് ഡോക്യുമെന്റഡ് ഫയലാണ്, ഇത് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന് അതിൻ്റെതായ ഒരു ഓതന്റിസിറ്റി വരും. അതനുസരിച്ച് തന്നെ കാര്യങ്ങൾ നീങ്ങും. അത് ദാമ്പത്യ ജീവിതത്തെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യത്തിലേക്ക് വരും. പിന്നെ ഏറ്റവും ഒടുവിൽ പറയേണ്ട ഒരു കാര്യം, ഇപ്പം തമിഴ്നാട് ഇലക്ഷൻ വരുമ്പോഴേക്കും സ്വാഭാവികമായിട്ട് ഒരു തുറുപ്പ് ചീട്ടാക്കി രാഷ്ട്രീയ കക്ഷികൾ മാറ്റുമെന്ന കാര്യത്തിലും തർക്കമൊന്നുമില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ വരുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. നമ്മൾ ഓരോ പോയിന്റുകളായിട്ട് കുറച്ചൊന്ന് നോക്കി പോകാം, എന്നാൽ മാത്രമേ കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ 12ാമത്തെ ഒരു പോയിന്റ് ഉണ്ട്. ദോ ദ റെസ്പോണ്ടന്റ് ഇനിഷ്യലി അഷ്വർഡ് ദാറ്റ് ഹി വുഡ് എൻഡ് ദ റിലേഷൻഷിപ്പ്. ഈ ബന്ധം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ഈ ബന്ധം കണ്ടിന്യൂ ചെയ്തു. അതാണ് തന്നെ മാനസികമായി മാറ്റിയെന്നും കൂടി പറയുന്നുണ്ട്. അതും വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. അതോടൊപ്പം തന്നെ ഈ മക്കളുടെ കാര്യവും കൂടി എടുത്ത് സൂചിപ്പിക്കുന്നുണ്ട്. കാരണം 2 മക്കളാണ് വിജയ്ക്കും സംഗീതയ്ക്കും ഉള്ളത്. ഒരാൾ ജേസൺ സഞ്ജയാണ്. ജേസൺ ഇപ്പോൾ സംവിധാന രംഗത്തേക്കും കൂടി കടക്കുകയാണ്. ലൈക്ക പ്രൊഡക്ഷൻസ് ആണ് നിർമ്മിക്കുന്നത്.
ചെയ്യുന്നത്. അപ്പോൾ സംവിധാന പാതയിലേക്ക് വരികയാണ് ഈ മകൻ. അപ്പോൾ ഇവർക്ക് പോലും അവരുടെ കൂട്ടുകാർക്കിടയിലും അല്ലെങ്കിൽ മറ്റ് ഫാമിലി ഫംഗ്ഷൻസിനിടയിലും ഒക്കെ തന്നെ കളിയാക്കലുകൾ നേരിടേണ്ടി വരുന്നു എന്നൊരു കാര്യം കൂടി ഈ പെറ്റീഷനിൽ ഫയൽ ചെയ്യുന്നുണ്ട്. അതായത് കുടുംബജീവിതത്തെ തകർക്കാനുള്ള പല കാരണങ്ങളിൽ ഒന്ന് വിജയ്ക്ക് ഈ നടിയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് തൻ്റെ മക്കളോട് ചോദ്യം ചെയ്യുമ്പോൾ അവർക്കത് അപമാനമായി മാറുന്നുണ്ട് എന്നതും കൂടി ഈ പെറ്റീഷനിൽ പറയുന്നുണ്ട്. അതൊരു വലിയ വാലിഡ് ആയിട്ടൊരു കാര്യം കൂടിയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഒതൻറ്റിസിറ്റി എത്രമാത്രമാണ്, അല്ലെങ്കിൽ ഈ വാർത്തകളൊക്കെ കുറച്ച് നാളുകളായി ഈ നായികയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളൊക്കെ വിശ്വസിക്കേണ്ടി വരുമോ എന്നൊരു സാഹചര്യം കൂടി പൊതുസമൂഹത്തിന് മുന്നിലേക്ക് നിൽക്കുന്നത്. അപ്പോൾ ഇതൊരു രാഷ്ട്രീയ പ്രശ്നമോ അല്ലെങ്കിൽ ഇതൊരു കുടുംബ പ്രശ്നമോ അല്ലെങ്കിൽ ഒരു പേഴ്സണൽ വിഷയം മാത്രമല്ല. ഒന്നാമത് ഇത്രയും വലിയൊരു താരം, ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും വലിയ താരമാണ്. ആ താരത്തിനെതിരെ ഒരു ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും അതിനകത്ത് പ്രത്യേകിച്ച് കുറച്ച് നാളുകളായിട്ട് ഉയർന്നു വരുന്ന ഒരു നടിയുടെ പേരുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ പെറ്റീഷനിൽ നായികയാണെന്നും കൂടി എടുത്ത് പറയുമ്പോഴേക്കും അതിനകത്ത് വേറൊരു മാനവും കൂടിയാണ് വരുന്നത്. സ്വാഭാവികമായിട്ട് ഒരുപാട് ചോദ്യങ്ങൾ, സംശയങ്ങളൊക്കെ നിൽക്കുകയാണ്. 20-ാം തീയതി കോടതിയിൽ ഹാജരാകണമെന്ന് പറയുമ്പോൾ പോലും വിജയ് ഹാജരാകുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ നോക്കിക്കാണേണ്ടിയിരിക്കുന്ന കേസാണ്. പക്ഷേ ഇതിനിടയിൽ കുറച്ച് നാളുകൾ മാത്രം നിൽക്കെ തമിഴ്നാട് ഇലക്ഷൻ തൊട്ടടുക്ക് വാതിൽപ്പടിയിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ തമിഴക വെട്രിക്കഴകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ വിജയ്ക്കെതിരെ ഇങ്ങനെ വരുമ്പോഴേക്കും അത് രാഷ്ട്രീയത്തിലേക്കും അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് വലിയ തർക്കത്തിലേക്കും പോകുമെന്നതും കൂടി പറയണം. ഒരു പോയിന്റ് കൂടിയുണ്ട്. 17-ാമത്തത്, ദ റെസ്പോണ്ടൻസ് കണ്ടിന്യൂഡ് ഓപ്പൺ അസോസിയേഷൻ വിത്ത് ദി ആക്ട്രസ് കോസ്ഡ് ഇമോഷണൽ അഗ്നി ടു ദ പെറ്റീഷണർ ആൻഡ് എംബാരസ്മെന്റ് ടു ദ ചിൽഡ്രൻ അമംഗ് ദെയർ ഫ്രണ്ട്സ്, സോഷ്യൽ സർക്കിൾ ആൻഡ് ഓൺ സോഷ്യൽ മീഡിയ. ഇതാണ് ഞാൻ പറഞ്ഞ പോയിന്റ്. മക്കൾക്കുൾപ്പെടെ ഫ്രണ്ട്സിനും സോഷ്യൽ സർക്കിളിനിടയിലും സോഷ്യൽ മീഡിയയിലും ഇടയിൽ 17-ാമത്തെ പോയിന്റ് ആയിട്ടാണ് മെൻഷൻ ചെയ്തിരിക്കുന്നതെന്നും കൂടി പറയേണ്ടി വരും. 16-ാമത്തേതിലാണ് ഈ പോസ്റ്റുകൾ ഭയങ്കരമായ ഹ്യൂമിലിയേഷനും ഉണ്ടാക്കിയിട്ടുണ്ട് തൻ്റെ കുടുംബത്തിനും തനിക്കും തൻ്റെ മക്കൾക്കും ഇടയിലെന്നതും കൂടി പറയുന്നുണ്ട്. 18-ാമത്തെ ഒരു പോയിന്റ്, ദ പെറ്റീഷണർ ഇൻ ഓർഡർ ടു അവോയ്ഡ് അൺനെസസറി പബ്ലിസിറ്റി ആൻഡ് പ്രൊട്ടക്ട് ദ റെപ്യൂട്ടേഷൻ ഓഫ് ഓൾ പാർട്ടീസ് റീഫ്രെയിൻസ് ഫ്രം ഡിസ്ക്ലോസിംഗ് ദ നെയിം ഓഫ് ദി ആക്ട്രസ് അറ്റ് പ്രസന്റ്. ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റാണ്. നിലവിൽ ഈ പെറ്റീഷണറിന് 18-ാമത്തെ പോയിന്റിന്റെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ഈ നടിയുടെ പേര് നിലവിൽ തൽക്കാലം വെളിപ്പെടുത്താൻ ബുദ്ധിമുട്ടുണ്ട് എന്നതും കൂടി പറയുന്നു. However, the petitioner reserves her right and undertakes to implead the said actress as second respondent in the main petition if such burden of proof is imposed on the petitioner by the respondent during the proceedings. ചോദ്യം ചെയ്യപ്പെട്ടാൽ ഈ നടി ആരാണെന്ന് തനിക്ക് വെളിപ്പെടുത്തേണ്ടി വരുമെന്നത് 18-ാമത്തെ പോയിന്റിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് നിലവിൽ അറ്റ് പ്രസന്റ് ഈ നായിക ആരാണെന്ന് താൻ വെളിപ്പെടുത്തുന്നില്ലെങ്കിൽ പോലും തുടർന്ന് അങ്ങോട്ടുള്ള നീക്കങ്ങളിൽ ചോദ്യം ചെയ്യപ്പെടേണ്ടി വന്നാൽ, ഇതുമായിട്ട് മുന്നോട്ട് പോകേണ്ടി വന്നാൽ, പ്രൊസീഡിങ്സുമായിട്ട് ധാരണപ്പെടേണ്ടി വന്നാൽ ഈ നായിക ആരാണെന്ന് വെളിപ്പെടുത്തുമെന്നതും കൂടി വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ദ പെറ്റീഷണർ ക്രേവ്സ് ലീവ് ഓൺ ദിസ് ഓണറബിൾ കോർട്ട് ടു പെർമിറ്റ് ദ പെറ്റീഷണർ ടു ഇംപ്ലീറ്റ് ദ സെഡ് ആക്ട്രസ് ആസ് സെക്കൻഡ് റെസ്പോണ്ടന്റ് ഇഫ് സച്ച് നെസസിറ്റി അറൈസസ്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ റെസ്പോണ്ടന്റ് ആയിട്ട്, ഒന്നാമത്തെ റെസ്പോണ്ടന്റ് ഇവിടെ വിജയാണ്, രണ്ടാമത്തെ റെസ്പോണ്ടന്റ് ആയിട്ട് ഈ നായികയുടെ പേര് ചേർക്കേണ്ടി വരും. അങ്ങനെയുള്ള സാഹചര്യം വരികയാണെങ്കിൽ എന്നത് ഓണറബിൾ കോടതിയോട് ഇവിടെ ഫയൽ ചെയ്യുകയാണ് പെറ്റീഷണർ എന്നതും കൂടി വ്യക്തമാക്കുന്നു. അതായത് സംഗീത വ്യക്തമാക്കുന്നു. ഡ്യൂറിംഗ് ദ പ്രൊസീഡിംഗ്സ് ഇൻ ദ മെയിൻ ഒറിജിനൽ പെറ്റീഷൻ ആൻഡ് ടു പ്രൊഡ്യൂസ് റെലവെന്റ് ഡോക്യുമെന്റ്സ് ഇഫ് റിക്വയർഡ്. ഡോക്യുമെന്റ്സും കൂടി ഫയൽ ചെയ്യണമെങ്കിൽ രണ്ടാമത്തെ റെസ്പോണ്ടന്റ് ആയിട്ട് ഈ നായികയെ മാറ്റണം. ഈ നായിക ആരാണെന്നത് തുടർന്നുള്ള പ്രൊസീഡിംഗ്സിൽ വ്യക്തമാക്കുമെന്നത് സംഗീത പറയുമ്പോഴേക്കും ക്രിസ്റ്റൽ ക്ലിയർ ആണ്. ഇതിനകത്ത് ഈ ബന്ധം തന്നെയാണ് വിജയുടെ മറ്റൊരു ബന്ധം, ഈ അവിഹിത ബന്ധം എന്നൊക്കെ വിളിക്കാം. ഈ ബന്ധത്തിനാണ് ഈ പ്രശ്നം. ഈ ബന്ധം കാരണമാണ് ഈ ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യുന്നത് വ്യക്തമാക്കുന്നു. അത് കാരണം തനിക്കുണ്ടായ നാണക്കേട്, മാനക്കേട്, തൻ്റെ കുടുംബത്തിനുണ്ടായ മാനക്കേട്, സോഷ്യൽ മീഡിയയിൽ മറ്റ് പ്രധാനപ്പെട്ട വാർത്താ മാധ്യമങ്ങളിൽ ഈ നായികയുമായി ബന്ധപ്പെട്ട് വന്ന ഗോസിപ്പ് കോളങ്ങളെല്ലാം തന്നെ തനിക്കും തൻ്റെ മക്കൾക്കും ഉണ്ടായ മാനസിക ബുദ്ധിമുട്ടുകൾ, സംഘർഷങ്ങൾ, ഇതാണ് ഈ ഡിവോഴ്സിലേക്ക് നയിച്ചതെന്ന് പറയുമ്പോൾ ഇതൊരു പേഴ്സണൽ ഇഷ്യൂ അല്ല. ഈ വ്യക്തി, അതായത് സെക്കൻഡ് റെസ്പോണ്ടന്റ് ആവാൻ പോകാൻ സാധ്യതയുള്ളത് നായികയാണ്. അത് സിനിമാ മേഖലയിലുള്ള ഒരു വ്യക്തിയാണ്. ആ നായിക ഈ വ്യക്തിയാണോ എന്നൊരു ചോദ്യം പ്രധാനമായിട്ട് നിൽക്കുന്നുണ്ട്. ഈ വ്യക്തിയിൽ നിന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് നാളുകളായിട്ട് വിജയുടെ ഒപ്പം പേര് വെച്ചിരിക്കുന്ന തൃഷ എന്ന വ്യക്തിയാണോ എന്നുള്ളതൊക്കെ ഈ തുടർന്നുള്ള പ്രൊസീഡിങ്സിലാണോ ഇല്ലയോ എന്നുള്ളത് തനിക്ക് കൊണ്ടുവരാൻ, ഇഫ് ഡോക്യുമെന്റ്സും കൂടി സബ്മിറ്റ് ചെയ്യാനുള്ളൊരു സാഹചര്യം കൂടി കോടതി അനുവദിക്കണമെന്ന് പെറ്റീഷണറായ സംഗീത ഫയൽ ചെയ്യുമ്പോഴേക്കുമാണ് ഇത് പ്രധാനപ്പെട്ട ഒരു നീക്കത്തിലേക്കും കൂടി നീങ്ങുന്നത്. തീർച്ചയായും ഓരോ പോയിന്റുകളായിട്ട് വ്യക്തിപ്പെട്ട് പറയുമ്പോൾ പോലും ഇനി ഏപ്രിൽ 20-ാം തീയതി വിജയ് ഹാജരാകുമോ ഇല്ലയോ എന്ന് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. ഇത് ഇനിയിപ്പോൾ സ്വാഭാവികമായിട്ടും ഏപ്രിൽ 20-നാണ് വിജയ് ഹാജരാകേണ്ടതെങ്കിലും വിജയ്ക്ക് ഈ വിഷയത്തിൽ പ്രതികരണങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ നടത്തേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നതാണ് മനസ്സിലാകുന്നത്. അപ്പോൾ വിജയുടെ പ്രതികരണം എന്ത് ഈ വിവാഹമോചന ഹർജിയുമായി ബന്ധപ്പെട്ട് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഹരികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും വിജയെ സംബന്ധിച്ച് ഓരോരോ പ്രതിസന്ധികൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അത് TVKയുടെ രൂപീകരണം വലിയ രീതിയിൽ അതുമായി മുന്നോട്ട് പോകുന്ന സമയത്താണ് കരൂർ ദുരന്തം സംഭവിക്കുന്നത്. അതിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയായിരുന്നു വിജയ്.
ആ ഘട്ടത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം നേരിടുന്നത്. കുടുംബത്തിൽ നിന്ന് തന്നെയുള്ള ഒരു പ്രശ്നം, വിവാഹമോചന ഹർജി ഫയൽ ചെയ്യപ്പെട്ടിരിക്കുന്ന സാഹചര്യം, അതിൽ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ, അതിനൊക്കെ വിജയ് ഇനി മറുപടി പറയേണ്ടി വരും.